തിരുവനന്തപുരം പൂവച്ചലിൽ വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടി. പ്രിൻസിപ്പലിന് ഗുരുതര പരിക്ക്. പൂവച്ചൽ ഹൈസ്കൂളിലെ +2 വിദ്യാർത്ഥികളാണ് ഏറ്റുമുട്ടിയത്. PTA പ്രസിഡന്റിനും പരിക്കേറ്റു. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരുന്നു. പ്രശാന്ത്, എന്താണ് ഉണ്ടായത്? ഈ സമീപകാലത്തായി ബസ് സ്റ്റാൻഡുകളിൽ നിരത്തോരത്തൊക്കെയും വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടുന്നത് പലവട്ടം നമ്മൾ ദൃശ്യങ്ങളിലൂടെ കണ്ടതാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? കൃഷ്ണരാജ്, വിദ്യാർത്ഥികൾ തമ്മിൽ ഈ പൂവച്ചൽ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിൽ കഴിഞ്ഞ കുറച്ചു ദിവസമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം വിദ്യാർത്ഥികളെ ഒരു ചർച്ചയ്ക്കായി വിളിച്ചിരുന്നു. അവിടെ PTA പ്രസിഡന്റ് അടക്കമുള്ളവർ ഉണ്ടായിരുന്നു, പ്രിൻസിപ്പലും ഉണ്ടായിരുന്നു. ഈ ചർച്ച നടക്കുന്നതിനിടയിലാണ് വീണ്ടും വാക്കേറ്റം ഉണ്ടാവുകയും സംഘർഷം ഉണ്ടാവുകയും ചെയ്തത്. തുടർന്ന് പരസ്പരം ഏറ്റുമുട്ടുന്ന വിദ്യാർത്ഥികൾ തമ്മിൽ വീണ്ടും ചേർന്ന് ഏറ്റുമുട്ടുന്നൊരു സാഹചര്യം ഉണ്ടായി. അതിനു പിന്നാലെ അത്തരം സന്ദർഭത്തിലേക്ക് എത്തിയതോടുകൂടി പ്രിൻസിപ്പലും PTA പ്രസിഡന്റും അടക്കമുള്ളവർ പിടിച്ചുമാറ്റാനും ചെന്നു. കുട്ടികളെ ഈ തമ്മിൽ തല്ലുന്ന കുട്ടികളെ പിടിച്ചുമാറ്റാനായി ചെല്ലുകയും ചെയ്തു. ഇതിനിടയിലാണ് പ്രിൻസിപ്പലിന് മർദ്ദനമേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. പ്രിൻസിപ്പലിന്റെ മൂക്കിലും അതുപോലെ തലയ്ക്കും ഗുരുതരമായി മർദ്ദനമേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് സമീപത്തെ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ PTA പ്രസിഡന്റിനും ഇത്തരത്തിൽ മർദ്ദനം. തിരുവനന്തപുരം പൂവച്ചലിൽ വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടി. പ്രിൻസിപ്പലിന് പരിക്ക്, PTA പ്രസിഡന്റിനും പരിക്ക്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.